ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാൻഡിൽ ഹോൾഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചെറിയ ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലുള്ള ബോട്ടിലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ എടുക്കാനില്ലെങ്കിൽ അതിന് പകരം ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് അതാണെങ്കിലും എടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുട്ടത്തോടാണ്. മുട്ടത്തോട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ മുട്ടത്തോടൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ ഒരു കവറിനുള്ളിൽ മുട്ടത്തോട് ഇട്ടിട്ട് ഒരു ഗ്ലാസ് ബോട്ടിൽ ഇതുപോലെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടിട്ട് മുട്ടത്തോട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാനെടുത്ത മുട്ടത്തോടൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അധികം അങ്ങോട്ട് പൗഡർ ആക്കിയിട്ടില്ല. ചെറിയ ചെറിയ തരികളൊക്കെ കിടക്കുന്ന രീതിയിലാണ് കേട്ടോ പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഈ പൊടിച്ചെടുത്തിരിക്കുന്ന മുട്ടത്തോട് നമുക്ക് ആ ബോട്ടിലിൻ്റെ പുറത്ത് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഫസ്റ്റ് ഞാൻ ഫെവിക്കോൾ ആ ബോട്ടിലിൽ ഫുള്ളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബോട്ടിൽ ഫുള്ളും നമ്മൾ പശ തേച്ച ശേഷം ഇതുപോലെ കൈ കൊണ്ട് നമ്മൾ പൊടിച്ചെടുത്ത മുട്ടത്തോട് പുറത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല തിക്കിൽ ഒട്ടിച്ച് കൊടുക്കണം എന്നില്ല. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേ രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഒട്ടിച്ച് കൊടുത്ത മുട്ടത്തോടൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചരട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ജൂട്ടിൻ്റെ ചരടാണ് എടുത്തിരിക്കുന്നത്. അതൊരു 2-3 ലെയർ ഞാൻ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചരടിന് പകരം ചെറിയ റിബണൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ കെട്ടിക്കൊടുക്കാം. അതും അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചുരുട്ടിയിട്ട് അത് വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഇല ഉണ്ടായിരുന്നു. അത് ഞാൻ ആ ബോട്ടിലിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ മുകൾ ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ ചെറിയ ഇലയൊക്കെ എടുക്കാനുണ്ടെങ്കിൽ അത് ഇതുപോലെ ബോട്ടിലിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയായിരിക്കും. അങ്ങനെ ഞാൻ ഇല ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ചെറിയൊരു ലെയർ ചരട് ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ഒട്ടിച്ച് കൊടുത്ത ഇല അതിൽ കെട്ടി വെച്ചിരിക്കുന്നത് പോലെ ഒന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ചരട് വെച്ചിട്ട് ഒരു 2-3 ലെയർ അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് മഞ്ചാടിക്കുരുവും കൂടെ ആ ഇലയുടെ മുകളിലേക്ക് അവിടെ ഇവിടെയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. മഞ്ചാടിക്കുരുവിന് പകരം ചെറിയ റെഡ് കളറുള്ള മുത്താണെങ്കിൽ ഒട്ടിച്ച് കൊടുത്താൽ മതി. അതും അല്ലെങ്കിൽ ക്ലേ വെച്ചിട്ട് ചെറിയ ബോൾ ഉണ്ടാക്കിയിട്ട് അതിനൊരു റെഡ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അതും അല്ലെങ്കിൽ ക്ലേ വെച്ചിട്ട് ചെറിയ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിലും ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനുള്ളിൽ ചെറിയ ക്യാൻഡിൽസോ അല്ലെങ്കിൽ ചെറിയ ലൈറ്റോ ഒക്കെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അധികം സാധനങ്ങളൊന്നും വേണ്ട. ചെറിയൊരു ഗ്ലാസ് ബോട്ടിലും കുറച്ച് മുട്ടത്തോടും മാത്രം മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.